ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മുതിരത്തോരനാണ്. ആവശ്യത്തിന് മുതിര എടുത്തിട്ടുണ്ട്. നമുക്കിത് കഴുകി കുക്കറിലേക്ക് ഇടാം. നമ്മൾ മുതിര കഴുകി കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. വേവാനുള്ള ആവശ്യത്തിന് വെള്ളവും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്കിനി അടച്ച് വെച്ച് 3 വിസിൽ വരെ വേവിക്കാം. തോരന് ആവശ്യമായവ തേങ്ങ, ചെറിയ ജീരകം, കുരുമുളക്. നമ്മൾ ഇതിനകത്ത് പച്ചമുളകൊന്നും ഇടുന്നില്ല, മുളക് പൊടി ഇടുന്നില്ല, അതുകൊണ്ടാണ് കുരുമുളക് ഇത്രയും. നമ്മൾ മുതിര വേവിക്കാനായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു. തോരൻ അരയ്ക്കുമ്പോഴും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി, 2-3 അല്ലി വെളുത്തുള്ളിയും 2 അല്ലി കൊച്ചുള്ളിയും ഇതും കൂടെ നമുക്ക് ഇതിനകത്ത് ചേർക്കാം. നമ്മളത് നന്നായിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കുക. നന്നായി തന്നെ ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. മുതിര നമ്മളൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ചീനച്ചട്ടി അടുപ്പിലേക്ക് വെക്കാം. നമ്മൾ അടുപ്പിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരൽപ്പം എണ്ണ ഒഴിക്കാം. ഇത് കടുക് പൊട്ടാൻ വേണ്ടി മാത്രമുള്ള എണ്ണയാണ്. എണ്ണ ചൂടായ ശേഷം നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ച തോരൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മുതിരയ്ക്ക് ഉപ്പിട്ടായിരുന്നു. തോരനും ആവശ്യമുള്ള അരപ്പിന് മാത്രം ആവശ്യമുള്ള ഉപ്പ് അല്പം ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ തോരൻ്റെ അരപ്പ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരിത്തിരി ഒന്ന് ചൂടാവട്ടെ, അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് മുതിര ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ ഒട്ടും തന്നെ കൂട്ടിയിട്ടില്ല. തീയില്ലാതെ കനലിലാണ് ഇത് വേവുന്നത്. ഇപ്പോൾ നമുക്കിതൊരു 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് എടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ മുതിരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.